ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ദേ പുലർച്ചെ 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേ വെളുപ്പിന് തന്നെ സുന്ദരിയായിട്ട് നമ്മുടെ കുട്ടനെ വെഞ്ചിരിക്കണ്ടേ. അപ്പോൾ അത് നമ്മൾ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് നമ്മുടെ കാറിനെ വെഞ്ചിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ സമയം കണ്ടില്ലേ, 5:30 ആയിട്ടുണ്ട്. 5:45 ഉണ്ടോ നമ്മുടെ പള്ളിയിൽ കുർബാന, ഫസ്റ്റത്തെ കുർബാന. ഞാനിങ്ങനെ കിറങ്ങിയടിച്ച പോലെ ഇരിക്കാണ്ടോ ഗൈസ്. ഞാൻ ഈ ഒരു ടൈമിലൊന്നും എഴുന്നേക്കാറില്ല. ഞാൻ കൂടുതലും പള്ളിയിൽ പോകുന്നത് 6:30 അല്ലെങ്കിൽ 5 മണിയുടെയാണ്. മുൻപൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പോകാറുണ്ട് കേട്ടോ. ഇപ്പം മടിയാണ് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ എഴുന്നേക്കാൻ. പക്ഷേ ഈ ഒരു ടൈം അടിപൊളി ടൈമാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിത് ഈ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ വണ്ടി നമുക്ക് വെഞ്ചിരിച്ച് തരും കേട്ടോ. അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു തോമാസ്ലയുടെ അവിടെ വന്ന് വെഞ്ചിരിക്കണമെന്ന് നമ്മുടെ കുട്ടനെ. അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ടാണ് കേട്ടോ വെഞ്ചിരിക്കുക. കുർബാന കഴിഞ്ഞു കേട്ടോ. കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ ഒപ്പീസ് ചൊല്ലാൻ വേണ്ടിയിട്ട് സെമിത്തേരിക്ക് പോയേക്കാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് വണ്ടി വെഞ്ചിരിച്ച് തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് പള്ളിയുടെ സൈഡിൽ സങ്കീർത്തിയുടെ അവിടെ നമ്മുടെ വണ്ടി കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ ഉറക്കത്തിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു ഉറക്കം വരലൊക്കെ ഉണ്ട് ഈ ഒരു ടൈമിൽ. എനിക്കകത്തത് കൊണ്ട് എനിക്ക് ചെറിയൊരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ അതേ ഞാൻ അപ്പച്ചനും റിയച്ചനും കൂടിയിട്ടാണ് വന്നതാണ്. അച്ഛനെ സന്തോഷമുള്ളവനും ദൈവത്തിൽ തന്നെ ജയിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. അങ്ങനെ നമ്മുടെ കാറൊക്കെ വെഞ്ചിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിതേ പോണ വഴിക്ക് നമ്മുടെ കപ്പേളയിലൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് നേർച്ചയ്ക്കിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പള്ളിയുടെ സൈഡിലുള്ള കപ്പേളയുടെ മാതാവിൻ്റെ കപ്പേളയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, സൈഡിലൊക്കെ ഓരോ മാതാവിൻ്റെ ഫോട്ടോസുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിനി തോമാസ്ലയുടെ കപ്പേളയ്ക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദുഃഖ്രാന കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതാണ് ഇവിടെ ഷീറ്റൊക്കെ ഒന്നും അഴിക്കാതെ കേട്ടോ. അഴിച്ചു വരണുള്ളൂ ഓരോ പരിപാടിയും. അപ്പോൾ അങ്ങനെ ഫുള്ളും ഷീറ്റിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മഴ ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ തോമാസ്ലയുടെ അടുത്ത് കയറി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് സിംതേരിക്ക് ഒന്ന് പോകാം കേട്ടോ. അപ്പോൾ അത് സിംതേരിൽ എൻ്റെ അമ്മയുടെ അമ്മയുണ്ട്, പിന്നെ അപ്പച്ചൻ്റെ അനിയനും ഉണ്ട് കേട്ടോ. പേപ്പനുണ്ട്. പേപ്പൻ്റെ അടുത്ത് ഞാൻ വന്നപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയുടെ അമ്മയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിംതേരി കേട്ടോ. കണ്ടില്ലേ, രാവിലെയൊക്കെ നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. ഒരാളില്ല ഗൈസ്, ഒരു മനുഷ്യരില്ല. കുർബാന ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയിരുന്നു ഞങ്ങൾ വന്നത്. അപ്പോൾ രാവിലത്തെ കുർബാന കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 6 മണിക്കാണ്. 6:30 കുർബാന ഇല്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എല്ലാവരും പോയി. ഇതെൻ്റെ അമ്മാമ്മയുടെ കല്ലറയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ കല്ലറയാണ്. ഞങ്ങളെല്ലാവരും അമ്മാമ്മേനെ അമ്മ എന്നാണ് വിളിക്കാറ്. അമ്മച്ചിയുടെ അമ്മേനെ അമ്മ എന്നാണ് വിളിക്കാറ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കിയക്കുട്ടനെ ഒന്ന് വിചരിക്കാൻ വന്ന വീഡിയോ ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണേ, ഫോളോ ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഓരോ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.